അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 99. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുറ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജനാസത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്തിരിക്കെ അതിലൂടെ ഒരു ജനാസയെ കൊണ്ടുപോയി, ഒരു മയ്യിത്തിനെ കൊണ്ടുപോയി. ഫഉസ്നിയ അലൈഹാ ഖൈറുൻ. അപ്പോൾ ജനങ്ങളൊക്കെ ആ മരിച്ച വ്യക്തിയെക്കുറിച്ച്, മയ്യിത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതായി കേട്ടു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. 3 പ്രാവശ്യം വജബത്ത് എന്ന് മാത്രം പറഞ്ഞു. വജബത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്നർത്ഥം. പിന്നെ ഒമുറ ബി ജനാസത്തിൻ, വേറെ ഒരു ജനാസത്തിലൂടെ പോയി. ഫഉസ്നിയ അലൈഹാ ശർറുൻ. അപ്പോൾ ജനങ്ങളൊക്കെ ആ മയ്യിത്തിനെ കുറിച്ച് ചീത്ത പറയാൻ തുടങ്ങി, നല്ല അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. 3 പ്രാവശ്യം വജബത്ത് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് സംഗതി? 2 ഘട്ടങ്ങളിലും തങ്ങൾ വജബത്ത് വജബത്ത് എന്ന് മാത്രമാണല്ലോ പറഞ്ഞത്. ആദ്യം പോയ ആളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, രണ്ടാമത്തെ മയ്യിത്തിനെ കുറിച്ചു ചീത്ത പറഞ്ഞു. 2 ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജബത്ത് മാത്രമല്ലേ പറഞ്ഞത്? അപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറൻ വജബത്ത് ലഹുൽ ജന്ന. നിങ്ങൾ മയ്യിത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ, ആ മയ്യിത്തിന് സ്വർഗം കിട്ടും. ഒമൻ അസ്നൈതും അലൈഹി ശർറൻ വജബത്ത് ലഹുന്നാർ. നിങ്ങൾ മറ്റേ മയ്യിത്തിനെ കുറിച്ചു ചീത്ത പറഞ്ഞല്ലോ, അവർക്ക് നരകം കിട്ടും. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. അതായത് നാം ഒരു മയ്യിത്തിനെ കുറിച്ച് നന്മ പറയുക, നല്ലത് മാത്രം സംസാരിക്കുക ഒരാൾ മരണപ്പെട്ടാൽ, അല്ലാതെ മയ്യിത്തിനെ കുറിച്ച് ചീത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ഞങ്ങളിപ്പോൾ ഓതിയത്. മറ്റൊരു ഹദീസിൽ അതുകൂടി വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ സഫ സുഫൂഫുൻ സലാസത്തുൻ മിനൽ മുസ്ലിമീന അലാ മയ്യിത്തിൻ ഇല്ലാ ഔജബ. ഒരാൾ മരണപ്പെട്ടാൽ 3 സഫുകൾ ഉണ്ടാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് കിട്ടും. അല്ലാഹു തആല ആ മയ്യിത്തിന് സ്വർഗം കൊടുക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 40 ആൾ നിസ്കരിച്ചാൽ, അതല്ലെങ്കിൽ 100 പേര് നിസ്കരിച്ചാൽ അവർക്ക് മഗ്ഫിറത്ത് കിട്ടും, മയ്യിത്തിന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും, 40 ആളില്ല എങ്കിൽ പോലും കുറച്ച് പേരേ ഉള്ളൂ, ഉള്ള ആ മുസ്ലിമീങ്ങളെ, നിസ്കരിക്കാൻ വന്നവരെ 3 സഫാക്കി നിർത്തണമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.